IPL ചരിത്രത്തിൽ ആദ്യമായി ഡൽഹി ക്യാപിറ്റൽസിനെ കലാശപ്പോരിന് യോഗ്യരാക്കിയ ക്യാപ്റ്റൻ. ഒരു പതിറ്റാണ്ടിന്റെ കിരീട വരൾച്ച അവസാനിപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വീണ്ടും ഒരു കിരീടം സമ്മാനിച്ച വിജയനായകൻ. നീണ്ട 11 വർഷമായി പ്ലേ ഓഫ് പോലും കണ്ടിട്ടില്ലാത്ത പഞ്ചാബ് കിങ്സിനെ ഉൾപ്പെടെ താൻ നയിച്ച 3 വ്യത്യസ്ത ടീമുകളെയും ഫൈനലിലെത്തിച്ച ആദ്യ നായകൻ. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിനെ ആര് മുന്നിൽ നിന്ന് നയിക്കുമെന്ന ചർച്ചകളിലൊന്നും അത്ര ഉയർന്നു കേൾക്കാത്ത, PR വർക്കോ സോഷ്യൽ മീഡിയ ആർമിയോ ഒന്നുമില്ലാത്ത അൺസങ് ഹീറോ ശ്രേയസ് അയ്യർ. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് സ്വന്തം പെർഫോമൻസിനെ സമ്മർദ്ദത്തിലാക്കുന്ന താരമല്ല അയ്യർ. ക്യാപ്റ്റനായി കളിച്ച 6 സീസണുകളിൽ 4ലും 400-ന് മുകളിൽ റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് അയാൾ. 1.5 പതിറ്റാണ്ടോളം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അമരത്തിരുന്ന സാക്ഷാൽ MS ധോണിക്കും 1 പതിറ്റാണ്ടോളം ക്യാപ്റ്റൻസി റോളിലുണ്ടായിരുന്ന കൊൽക്കത്തയുടെ വിജയനായകൻ ഗൗതം ഗംഭീറിനും ഒപ്പമാണ് ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് അയ്യർ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. 2014-ന് ശേഷം പ്ലേ ഓഫ് കണ്ടിട്ടേയില്ലാത്ത ടീമായിരുന്നു പഞ്ചാബ് കിങ്സ്. ഓരോ ഓപ്ഷൻ വരുമ്പോഴും കോർ ടീമിനെ മാറ്റി മാറ്റി പരീക്ഷിക്കും. ഓരോ വർഷവും ക്യാപ്റ്റനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എത്ര പരീക്ഷണം നടത്തിയിട്ടും വിജയം തുണയ്ക്കാത്ത ടീം 2024 ഡിസംബറിൽ നടന്ന ലേലത്തിൽ പൊന്നും വില നൽകി ശ്രേയസ് അയ്യരെ റാഞ്ചി. അതും 26.75 കോടി എന്ന റെക്കോർഡ് തുകയ്ക്ക്. പുതിയ കോച്ച് റിക്കി പോണ്ടിങ് ടീമിന് നൽകിയ ഉറപ്പായിരുന്നു അത്. അയ്യർക്ക് കീഴിൽ ടീമിനെ വിജയപാതയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടു. ഒരു ജയം അകലെ കാത്തിരിക്കുന്നത് ചരിത്രമാണ്, പഞ്ചാബിന്റെ സ്വപ്ന മുഹൂർത്തം. അതിലേക്ക് എത്താനായാൽ ശ്രേയസ് എന്ന നായകന്റെ പേര് IPLലെ ഇതിഹാസ പട്ടികയിലേക്ക് തന്നെ എത്തും. പക്ഷെ അത് നേടണമെങ്കിൽ സമാന ചരിത്രം തേടിയിറങ്ങിയ ഒരു സംഘത്തെ കീഴടക്കണം. കാവ്യനീതി കൊതിക്കുന്ന ഒരാളെ മറികടക്കണം. നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് പഞ്ചാബ് കിങ്സ് രജത് പട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 10ാം തവണയും IPL പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ഇത് 4ാം തവണയാണ് RCB ടീം IPL ഫൈനൽ കളിക്കുന്നത്. നേരത്തെ 2009, 2011, 2016 വർഷങ്ങളിൽ ഡെക്കാൻ ചാർജേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവയോട് ഫൈനലിൽ തോൽക്കേണ്ടി വന്നു. പഞ്ചാബ് ടീം പ്ലേ ഓഫിലും ഫൈനലിലും എത്തുന്നത് ഇത് 2ാം തവണ മാത്രമാണ്. കന്നി കിരീടത്തിനായി കാത്തിരിക്കുന്ന 2 ടീമുകൾ. അതാരായാലും IPLന്റെ പുത്തൻ ചാമ്പ്യന് വേണ്ടി കാത്തിരിക്കാം.